Hi everyone, welcome to N School Learning Classes. Today we are discussing history for nmms examination. We have two topics today. The first one, early human life, and the second one, river valley civilization. So early human life, that is our first topic. Early human life simply means the life of early human beings. The stone was the material that influenced the most the life of early human beings. അപ്പോൾ കല്ലുകൾ അല്ലെങ്കിൽ ശിലകളാണ് അവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. സോ ദേ യൂസ്ഡ് ദ സ്റ്റോൺസ് ഫോർ ഹണ്ടിങ് ആൻഡ് ഫോർ ദെയർ ഡിഫെൻസ്. സോ ദിസ് ഏജ് കെയിം ടു ബി നോൺ ആസ് സ്റ്റോൺ ഏജ്. So Stone Age can be divided into three: Paleolithic Age, Mesolithic Age and Neolithic Age. So we are moving to Paleolithic Age. So Paleolithic was an age in which rough stones were used. പരുക്കൻ കല്ലുകളാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. And people lived in caves. ഗുഹകളിലാണ് അവർ താമസിച്ചിരുന്നത്. And they ate fruits and tubers. Also they ate meat of hunted animals. They hunted collectively. ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ വേട്ട നടത്തിയിരുന്നത്. And the stronger among them led the group and there was no gender differences in hunting. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് ഹണ്ടിങ് നടത്തിയിരുന്നത്. ആൻഡ് ടുഗദർ വിത്ത് ദ വെപ്പൺസ് ഓഫ് സ്റ്റോൺസ് ദേ യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഫ്രം ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി ആൻഡ് പീസ് ഓഫ് വുഡ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവരെന്താണ് ആ സമയത്ത് ധരിച്ചിരുന്നത്. അപ്പോൾ അവർ ധരിച്ചിരുന്നത് ദേ വോർ ഹൈഡ് ആൻഡ് ബാർക്ക്, അതായത് മരത്തിൻ്റെ തൊലിയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തൂകലുമാണ് അവർ ധരിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇൻവെൻഷനും കൂടിയുണ്ട്. ഫയർ വാസ് ആൻ ഇൻവെൻഷൻ ഡ്യൂറിങ് ദിസ് പീരീഡ്. നിയോളിത്തിക് പീരീഡിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് തീയുടെ ഉപയോഗം കണ്ടെത്തിയത്. സോ നിങ്ങളൊരു പക്ഷേ യു മേ ഹാവ് സീൻ സം കേവ് പെയിൻറ്റിങ്സ് ഇൻ ഇൻ്റർനെറ്റ്. ഓക്കെ, സോ കേവ് പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയോലിത്തിക് പീരീഡിലും ധാരാളം കേവ് പെയിൻറ്റിങ്സ് മനുഷ്യർ, പാലിയോലിത്തിക് പീപ്പിൾ ധാരാളം പെയിൻറ്റഡ് മെനി പെയിൻറ്റിങ്സ് ഓൺ ദ സീലിംഗ് ഓഫ് കേവ്സ്. ഓക്കെ, so they used different colors for painting. These colors were made from the mixtures of plant extract and powdered laterite. അപ്പോൾ എന്തെല്ലാമാണ് അവർ ഈ സീലിങ്സിൽ വരച്ചിട്ടുള്ളത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അവർ വരച്ചിട്ടുള്ളത് ആനിമൽസിൻ്റെ ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ ഹണ്ടിങ് നടത്തുന്ന ചിത്രങ്ങളും അവർ വരച്ചിട്ടുണ്ട്. ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ആനിമൽസ്? ഒന്ന് ബൈസൺ, ബോർ, അതുപോലെ തന്നെ ഹോഴ്സ്, ഡിയർ, ലയൺ, അതുപോലെ തന്നെ ലെപ്പാർഡ്, ബിയർ ആൻഡ് ഹൈന. ഇത്രയും ആനിമൽസിനെ അവർ അവരുടെ സീലിങ്സിൽ വരച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നൗ യു ആർ ആസ്കിങ്, ഐ ആം ആസ്കിങ് യു, ഒരു സൈറ്റ് നമ്മൾക്കിതിനൊരു എക്സാമ്പിളായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഒരു സൈറ്റ് നമ്മൾക്ക് കാണിച്ചു തരാൻ പറ്റും. ദാറ്റ് ഷോയിങ് പാലിയോലിത്തിക് സെറ്റിൽമെൻറ്റ്. ഏതാണ് ആ സൈറ്റ്? സോ ദാറ്റ് സൈറ്റ് ഈസ് നോൺ ആസ് ഭീംബേട്ക ആൻഡ് ഭീംബേട്ക ഈസ് ഇൻ മധ്യപ്രദേശ്. സോ ദ മെയിൻ ഫീച്ചർ ഓഫ് ഭീംബേട്ക ദാറ്റ് ഈസ് റോക്ക് ഷെൽട്ടർ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഭീംബേട്ക ദ സൈറ്റ് ലൈക്ക് നർമദ വാലി, ഹൻസ്കി, കുർണൂൽ ആൻഡ് നാഗാർജുന കോണ്ട, ദീസ് സൈറ്റ്സ് ഷോവിങ് എവിഡൻസസ് ഫോർ പാലിയോലിത്തിക് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ സൈറ്റ് ഒന്ന് കാണാതെ പഠിക്കുക. ഒരു പക്ഷേ പരീക്ഷയിൽ ഈ സൈറ്റ് ഏതിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു വരാം. നൗ വി ആർ മൂവിങ് ടു മെസോലിത്തിക് ഏജ്, വിച്ച് മീൻസ് മിഡിൽ സ്റ്റോൺ ഏജ്. So Mesolithic people used small stone tools called microlith. So this microlith had sharp points and it made extensive hunting possible. സോ ഇങ്ങനെ വളരെ രീതിയിൽ ഹണ്ടിങ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? മെനി ആനിമൽസ് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. സോ അതിനൊരു എക്സാമ്പിളാണ് മാമോത്ത്. സോ മാമോത്ത് ഈസ് ഫ്രം എലിഫന്റ് ഫാമിലി ആൻഡ് നൗ സയൻറ്റിസ്റ്റ് ആർ ട്രൈയിങ് ടു റീസറക്റ്റ് ദ മാമോത്ത് ത്രൂ ക്ലോണിങ് ആൻഡ് ദ ടോറി ഹെറിഡ്ജ്, ദ സയൻറ്റിസ്റ്റ് who is leading this experiment. So during Mesolithic period, people found more food sources and they ate edible grasses, dolphin, otter, whale and other fishes during this period. One important feature you have to know, that is settled life.
In Mesolithic period, people started settled life. സോ ഇതിനെ കണക്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പഠിക്കാം. ദേ യൂസ്ഡ് ബോസ് ആൻഡ് ആരോസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ ഭീഷണി ഉണ്ടാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ദേ യൂസ്ഡ് ബോസ് ആൻഡ് ആരോസ്. സോ ഇറ്റ് മെയ്ഡ് ഹണ്ടിങ് പോസിബിൾ ഫ്രം ഫാർ. അതായത് ഈ അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് അവർ സെറ്റിൽഡ് ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദൂരത്തുനിന്ന് ആരെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മൂലം ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഓൾസോ ദേ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഡോഗ്സ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആൻഡ് ദ എവിഡൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം ക്യാൻ ബി സീൻ ഇൻ മിസോലിത്തിക് പീരീഡ്. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എക്സ്ചേഞ്ചിങ് ഗുഡ് ഫോർ ഗുഡ് ഈസ് കോൾഡ് ബാർട്ടർ സിസ്റ്റം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മിസോലിത്തിക് പീരീഡിലാണ്. അപ്പോൾ നൗ വി ആർ മൂവിങ് ടു മിസോലിത്തിക് സെറ്റിൽമെൻറ്റ്. ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ബാഗോർ ഇൻ രാജസ്ഥാൻ and the second one Adamgarh, that is in Madhya Pradesh. These are two examples for Mesolithic settlement in Indian subcontinent. And now we are moving to Neolithic age, otherwise called New Stone Age. So in Neolithic age, people used sharper and polished tools. And the main feature or the main invention in Neolithic period, that is the invention of agriculture, invention of cultivation. People started cultivation in Neolithic age. സോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അഥവാ ഈ ഫാമിംഗ് അല്ലെങ്കിൽ കൾട്ടിവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ദേ ഇൻവെൻറ്റഡ് വീൽസ്. Why they invented wheels? Because some community produced some product, other community produced some other product. So by using this wheel, they transferred this item from this community to that community. So the invention of wheel, that was a speciality of Neolithic age. And also they invented potteries during this period. They used wheels for making potteries. അതായത് കളിമൺ പാത്രങ്ങളും ഈ കാലഘട്ടത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ നിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൊസൈറ്റി ചേഞ്ച്ഡ് ഫ്രം ഫുഡ് ഗ്യാതറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അതുവരെ വേട്ടയാടി ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഫുഡ് കൾട്ടിവേഷൻ എന്ത് ചെയ്തു? കുറേ കമ്മ്യൂണിറ്റി, മോർ ആൻഡ് മോർ കമ്മ്യൂണിറ്റി സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഇൻ റിവർ വാലീസ്, നദീതടങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ ആരംഭിച്ചു. സോ ദീസ് ചേഞ്ചസ് വാസ് കോൾഡ് നിയോലിത്തിക് റെവല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഗോർഡൻ ചൈൽഡ് എന്ന വ്യക്തിയാണ് ഈ ചേഞ്ചസിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത്. ആൻഡ് ഓൾസോ ദ നിയോലിത്തിക് പീപ്പിൾ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ദേ cultivated different crops during Neolithic age. They cultivated wheat, barley, jute, tubers, paddy and plantain. They cultivated all these crops and they started permanent settlement. This permanent settlement led a collective life. ഒരു സാമൂഹിക ജീവിതം സൊസൈറ്റിയിൽ ഉണ്ടാവാൻ കാരണമായി. ഇനി നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിയോലിത്തിക് പീരീഡിലെ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അവർ ഉപയോഗിച്ച കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ദേ യൂസ്ഡ് വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സ് ആൻഡ് സിക്കിൾസ്. അതായത് നമ്മുടെ കൈക്കോടാലികളും അതുപോലെ തന്നെ അരിവാളും അവർ ഉപയോഗിച്ചിരുന്നു. ദേ യൂസ്ഡ് റാഫ്റ്റ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓൾസോ ദേ മെയ്ഡ് ഓർണമെൻറ്റ്സ്. ദീസ് ഓർണമെൻറ്റ്സ് വെർ മെയ്ഡ് ഫ്രം സ്റ്റോൺസ്, വുഡ് ആൻഡ് ബോൺസ്. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഓർണമെൻറ്റ് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ഓൾസോ ദേ വൂവൻ ക്ലോത്ത് ഔട്ട് ഓഫ് ദ ജൂട്ട് ഫാബ്രിക്സ്. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം ഏതെല്ലാമാണ് നിയോലിത്തിക് സെറ്റിൽമെൻറ്റിന് ഉദാഹരണം ആയിട്ടുള്ള 2-3 പ്രദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള 2-3 എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. ദ ഫസ്റ്റ് വൺ, ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ജെറീക്കോ ഇൻ പലസ്തീൻ. ആൻഡ് ദ തേർഡ് വൺ, Jarmo in northern Iraq. So these are the example for Neolithic settlement. And I am giving you an homework. Homework എന്താണ്?
ഈ സെറ്റിൽമെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഹൗസസ് അല്ലെങ്കിൽ ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ സ്റ്റഡി കാർഡ് കിട്ടുന്ന സമയത്ത് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, ഇതൊരു ഹോംവർക്കാണ്. ആൻഡ് ഓൾസോ ഹിയർ യു ക്യാൻ സീ എ മാപ്പ്. ദിസ് മാപ്പ് ഷോയിങ് ഡിഫറെൻറ്റ് നിയോലിത്തിക് സെറ്റിൽമെൻറ്റ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ മാപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ മെനി ഡിഫറെൻറ്റ് സെറ്റിൽമെൻറ്റ് അക്രോസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ അത് കാണിക്കുന്നത് ഡ്യൂറിങ് നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡഡ് ഫാർ ആൻഡ് വൈഡ്. ഒരുപാട് പ്രദേശങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ ഒരു കാരണം എന്താണ്? അതിൻ്റെ ഒരു കാരണം പോപ്പുലേഷൻ ഗ്രോത്താണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് നെസസിയേറ്റഡ് കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ്, അല്ലേ? കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണം വേണം, ഒരുപാട് പ്രദേശങ്ങൾ വേണം. സോ ഇറ്റ് നെസസിയേറ്റഡ് ദ പോസിബിലിറ്റി ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്ഡ് ദിസ് മൈഗ്രേഷൻ. ഈ മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നൗ ദാറ്റ്സ് ഓൾ അബൌട്ട് നിയോലിത്തിക് age and we are moving to Chalcolithic age. So Chalcolithic age is a transition period. It is a transition period from stone age to metal age. ശില കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് നിന്നും മെറ്റൽ കൊണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന കാലഘട്ടമാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദ സ്റ്റോൺ വെപ്പൺസ് Chalcolithic people used copper tools as well. So best example for Chalcolithic settlement, that is Çatal Hayk in Turkey. So this Çatal Hayk is the best example for both Neolithic and Chalcolithic settlement. And another example, that is Mehergarh in Balochistan. In Mehergarh, evidences showing the production of wheat and barley, and they made buildings by using mud bricks. മെഹർഗഡിലെ ആൾക്കാർ ചെളിക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യമാണ് നിങ്ങൾ ചാൽക്കോലിത്തിക് ഏജിനെ പറ്റി പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ വി ഹാവ് ഡിസ്കസ്ഡ് പാലിയോലിത്തിക് ഏജ്, വി ഹാവ് ഡിസ്കസ്ഡ് Mesolithic age, we have discussed Neolithic age. Paleolithic age is known as Old Stone Age. Mesolithic age is known as Middle Stone Age, and Neolithic age is known as New Stone Age. And another period or age, that is Chalcolithic age, it is a period of transition from stone age to metal age. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏർലി ഹ്യൂമൻ ലൈഫിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടത്. ആൻഡ് വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് ടോപ്പിക്, ദ റിവർ വാലി സിവിലൈസേഷൻസ്. River valley civilizations are civilization that flourished in the valleys of rivers. അപ്പോൾ ഒരു നദീ തടത്തിന് ചുറ്റും വളർന്നു വരുന്ന സംസ്കാരത്തെയാണ് നമ്മൾ റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. വൈ ദ സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് റിവേഴ്സ്? എന്തുകൊണ്ടാണ് ഒരു നദിക്ക് ചുറ്റും ഇത് വളർന്നു വരുന്നത്? ദ ഫസ്റ്റ് റീസൺ, ദ പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ദേ ഹാഡ് നോ ടെക്നോളജി ഫോർ അക്വയറിങ് വാസ്റ്റ് ഫോറസ്റ്റ് ലാൻഡ്. അതായത് അവർക്ക് ഇരുമ്പ് ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഫോറസ്റ്റ് വനങ്ങൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇൻ ദ റിവർ വാലീസ് the availability of grassland, that was very vast. അവർക്ക് ധാരാളം ഗ്രാസ് ലാൻഡ് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഓൾസോ they got fertile soil and the facility of water. ഇത്രയും കാര്യങ്ങളാണ് ജനങ്ങൾ റിവർ വാലിയിൽ സെറ്റിൽ ചെയ്യാൻ കാരണമായത്. That is why this river valley is called cradle of civilization. Okay, this river valley civilization used bronze tools. So this civilization, these river valley civilizations also called Bronze Age civilizations. So what are the examples for Bronze Age civilization or river valley civilizations? Indus Valley civilization, Egyptian civilization, Mesopotamian civilization and Chinese civilization are the best example for river valley civilization. So we are moving to Indus Valley civilization. So Indus Valley civilization is a civilization flourished in the valley of river Indus and its tributaries.
സിന്ധു നദിക്കും അതിൻ്റെ പോഷക നദിക്ക് ചുറ്റും വളർന്നു വന്ന സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇറ്റ് എക്സ്റ്റെൻഡഡ് so from the west side, that is Balochistan in Pakistan, and in the east side Alankirpur in Uttar Pradesh, north side that is Kashmir, and the south that is Narmada Valley. അപ്പോൾ ഇത്രയും പ്രദേശത്തിൽ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ സിവിലൈസേഷനിൽ ഒരുപാട് സൈറ്റുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. ദിസ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ 1921 and it was led by Deram Sani. The Harappa is a site that is situated near the river Ravi. The next important site of Indus Valley civilization, that is Mohenjo-daro. So Mohenjo-daro, the excavation in Mohenjo-daro was conducted by R.D. Banerjee, and it was conducted in 1922. And the period of Indus Valley civilization from 2700 BCE to 1700. അപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ആരാണ് ഇന്ത്യയിൽ എക്സ്കവേഷൻസിന് നേതൃത്വം നൽകുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇസ് ദ ഒഫീഷ്യൽ ഏജൻസി കണ്ടക്ടിങ് എക്സ്കവേഷൻസ് ഇൻ ഇന്ത്യ, ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇൻ 1861. 1861 അലക്സാണ്ടർ കണ്ണിങ്ഹാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ വി ആർ ഡിസ്കസിങ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ മെയിൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീച്ചർ ദാറ്റ് ഈസ് cities. Indus Valley civilization was a city-based civilization, and they used burned bricks for the construction of houses in these cities. These cities had two parts, the west side and the east side. So west side that was higher, so it is called citadel. The east side that was lower, that is called lower town. So the west side that was inhabited by administrators, and the east side that was inhabited by the common people. So the east side ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. These houses were built along both side of planned street. ആ തെരുവുകൾക്ക് ഇരുവശവുമായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ചില വീടുകൾക്ക് ഒരു മുറിയാണ് ഉണ്ടായിരുന്നത്, ചില വീടുകൾക്ക് ഒന്നിൽ കൂടുതൽ മുറി ഉണ്ടായിരുന്നു. സോ അപ്പാർട്ട് ഫ്രം ദിസ്, all the houses had courtyard, well and toilet facility. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലത്ത് ഓരോ വീടുകൾക്കും നടുമുറ്റം, കോർട്ട്യാർഡ്, അതുപോലെ തന്നെ വെൽ, കിണറുകൾ, ടോയ്ലറ്റ് ഫെസിലിറ്റി. സോ വലിയ ഒരു പ്ലാൻഡ് സിറ്റി ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അനദർ ഫീച്ചർ ഇൻ സിറ്റി, ദാറ്റ് ഈസ് ദ ഡ്രെയിനേജ് സിസ്റ്റം. സോ all the waste water from these houses let out into the drainage, and all these drainages connected to the main drainage. അപ്പോൾ അഴുക്കുചാൽ സംവിധാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദിസ് ഡ്രെയിനേജ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ബേൺഡ് ബ്രിക്സ്, ആൻഡ് ഇറ്റ് വാസ് ക്ലോസ്ഡ് ബൈ യൂസിങ് സ്റ്റോൺ സ്ലാബ്സ്. അപ്പോൾ വൃത്തിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയ ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആൻഡ് ദെയർ ആർക്കിടെക്ചറൽ സ്കിൽ ക്യാൻ ബി സീൻ ഇൻ ഗ്രേറ്റ് ബാത്ത്. സോ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന നിർമ്മിതി അവരുടെ ആർക്കിടെക്ചറൽ സ്കിൽ കാണുന്നു. ആൻഡ് ദിസ് ഗ്രേറ്റ് ബാത്ത് എക്സ്കവേറ്റഡ് ഫ്രം മോഹൻജദാരോ. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് agriculture and granary in Indus Valley civilization. So they cultivated wheat, barley, millet, sesame, pulses and rices. The evidence of rice cultivation can be seen from Rangpur and Lothal. This Rangpur and Lothal are two sites from Indus Valley civilization. They also cultivated cotton. അപ്പോൾ ഒരു വസ്ത്രമൊക്കെ ധരിച്ചിരുന്ന ആൾക്കാരാണ്. ദ കോട്ടൺ കൾട്ടിവേഷൻ അതിന് ഒരു എവിഡൻ്റ് ആണ്. ആൻഡ് നൗ വി ആർ മൂവിങ് ടു കാലിബംഗൻ. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇൻഡസ് വാലി സൈറ്റാണ് കാലിബംഗൻ. ആൻഡ് ഇൻ കാലിബംഗൻ there are evidences saying they ploughed the land for cultivation and agriculture. നിലം ഉഴുതിരുന്നു എന്ന് അവിടെ തെളിവുകൾ കാണുന്നുണ്ട്. ഓൾസോ വി ഗോട്ട് many flaps made of clays, അതായത് കലപ്പകൾ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കലപ്പകളും നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻഡസ് വാലി പീപ്പിൾ
constructed canals for irrigation. ഇതും അവരുടെ it also shows the agricultural advancement in Indus Valley civilization. They started animal husbandry and they reared animals like ox, goat, pig and sheep. So ഈ അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ് എന്ത് ആവശ്യമാക്കി? ഇറ്റ് നെസസിയേറ്റഡ് ഗ്രാനറീസ്. ഗ്രാനറീസ് ആർ ബിഗ് ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. അപ്പോൾ ഈ സർപ്ലസ് പ്രൊഡക്ഷനുള്ള പ്രൊഡക്റ്റ് ഈ ഗ്രാനറീസിൽ സൂക്ഷിച്ചു. അതുപോലെ തന്നെ ഗ്രെയിൻസ് കളക്റ്റഡ് ആസ് റവന്യൂ, അങ്ങനത്തെ ഗ്രെയിൻസും ഈ ഗ്രാനറിയിൽ സൂക്ഷിച്ചു. നൗ വി ആർ മൂവിങ് ടു ട്രേഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ട്രേഡ് എങ്ങനെയാണ്, അതിന് എവിഡൻസ് നമ്മൾക്ക് കിട്ടുന്നത്? സോ ദിസ് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ മെയ്ഡ് ട്രേഡ് പോസിബിൾ. അപ്പോൾ ധാരാളം സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിൽക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ഓൾസോ ദേ യൂസ്ഡ് അക്യുറേറ്റ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. സോ ഈ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനായിരിക്കും? അവർ ഒരു നല്ല കച്ചവടം ഉണ്ട് എന്നതിനൊരു മികച്ച ഉദാഹരണമാണ് അവരുടെ അക്യുറേറ്റ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. ആൻഡ് ഓൾസോ ഇൻസ്ക്രിപ്ഷൻ ഫ്രം മെസ്സപ്പൊട്ടോമിയ. മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ സിവിലൈസേഷൻ അറ്റ് ദ സെയിം പീരീഡ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ അവിടെ നിന്നുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ മെലൂഹ എന്ന് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെയാണ്. ദേ ഡിസ്ക്രൈബ്ഡ് എ ടേം കോൾഡ് മെലൂഹ. ഈ മെലൂഹ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ അവിടുത്തെ ഇൻസ്ക്രിപ്ഷനിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ട്രേഡ് റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ. അതേപോലെ ലൈക്ക് വൈസ് we have got some Mesopotamian scripts in Indus Valley civilization. Indus Valley civilizationൽ നമ്മൾക്ക് ചില മെസ്സോപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഓൾസോ ഷോസ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് മെസ്സോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇനി നമ്മൾ പോകുന്നത് അവരുടെ ട്രേഡ് അഡ്വാൻസ്മെൻറ്റ് കാണിക്കുന്ന മറ്റൊരു ഇൻഡസ് വാലി സൈറ്റാണ്. ആൻഡ് സൈറ്റ് നെയിം ഈസ് ലോത്തൽ ആൻഡ് ലോത്തൽ ഈസ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സൈറ്റാണ് ഈ ലോത്തൽ. സോ ഇറ്റ് വാസ് എ സെൻറ്റർ ഓഫ് മാരിടൈം ട്രേഡ്. അപ്പോൾ മാരിടൈം ട്രേഡിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു ലോത്തൽ. ഫ്രം ലോത്തൽ വി അൺഎർത്ത്ഡ് മെനി ക്ലേ മോഡൽ ഓഫ് സെയിലിംഗ് ഷിപ്സ്. അപ്പോൾ ഇതും ട്രേഡ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. ആൻഡ് ദേ മെയ്ഡ് ബ്രോൺസ് ടൂൾസ്. സോ ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ദിസ് സിവിലൈസേഷൻ ഈസ് ഓൾസോ കോൾഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. സോ ബ്രോൺസ് വാസ് എ മെറ്റൽ ദാറ്റ് വാസ് മെയ്ഡ് ബൈ മിക്സിംഗ് tin and copper. For the purpose they imported copper from K3, that is in Rajasthan, and they imported tin from Afghanistan. എന്നിട്ട് അവർ മിക്സ് ചെയ്തിട്ട് they made copper tools in Indus Valley civilization. And one more information, that is there is no evidence for the use of coinage. കോയിൻ ഉപയോഗിച്ചതിന് ഒരു തെളിവും ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണാനില്ല. നൗ വി ആർ മൂവിങ് ടു ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വി അൺഎർത്ത്ഡ് സീൽസ്, അതുപോലെ തന്നെ ക്ലേ ഫിഗേഴ്സ്, യൂട്ടൻസിൽസ് ആൻഡ് ഓർണമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൺഎർത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എക്സ്കവേഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൺഎർത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഷോസ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ഇൻഡസ് വാലി പീപ്പിൾ. ഇതെല്ലാം തന്നെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണിക്കുന്നു. They made many ornamental works. They made ornaments from copper, ബ്രോൺസ് ആൻഡ് ഗോൾഡ്. മാത്രവുമല്ല പോട്ടറീസിൻ്റെ മുകളിലും അവർ ഓർണമെൻ്റൽ വർക്ക് നടത്തിയിരുന്നു. ആൻഡ് മെനി ആനിമൽ ഫിഗേഴ്സ് ബൈ യൂസിങ് ക്ലേസ് അൺഎർത്ത്ഡ് ഫ്രം ഇൻഡസ് വാലി സൈറ്റ്. ആൻഡ് മെനി clay models of men and women also unearthed from Indus Valley site. അപ്പോൾ ഇതെല്ലാം തന്നെ ഷോയിങ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ഇൻഡസ് വാലി പീപ്പിൾ. ആൻഡ് ഓൾസോ ദർ ആർ എവിഡൻസസ് ഫോർ ബീഡ് ഫാക്ടറീസ്. മുത്തുകളും അവർ നിർമ്മിച്ചിരുന്നു. ദേ ഓൾസോ മെയ്ഡ് ബാംഗിൾസ്. ദീസ് ബാംഗിൾസ് വെയർ മെയ്ഡ് ഫ്രം clay by using clay
ബ്രോൺസ് ആൻഡ് ടോർട്ടോയ്സ് ഷെൽ. അപ്പോൾ നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പീപ്പിളാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത്. വി അൺഎർത്ത്ഡ് മെനി സീൽസ് ഫ്രം ഇൻഡസ് വാലി civilization. These seals may used for trade connection and maybe for trade. Okay. And also we found a script from Indus Valley civilization, but very unfortunately the script is not deciphered yet. ഇന്നും ആരും ആ സ്ക്രിപ്റ്റ് എന്താണ് എഴുതിയത് എന്ന് വായിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു this Indus Valley people used bronze. The best example of bronze artwork, that is the bronze image of dancing girl from Mohenjo-daro. മോഹൻജദാരോയിൽ നിന്നും അൺഎർത്ത് ചെയ്തിട്ടുള്ള ദ ബ്രോൺസ് ഇമേജ് ഓഫ് ഡാൻസിങ് ഗേൾ ആണ് ഇവരുടെ ആർട്ടിസ്റ്റിക് വർക്കിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. Now we are moving to belief system in Indus Valley civilization. We unearthed many clay figures of women from Indus Valley site. So it is an evidence for worshipping mother goddess. This worshipping of mother goddess is connected with the fertility of soil. And also we unearthed many figures of men. Historian says that it is an evidence for early form of Shiva, that is called proto Shiva. They also worshipped animals and trees. അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സീൽസിൽ നമ്മൾക്ക് കാണാം കുറേ മൃഗങ്ങളുണ്ടാവും, അതിന് മുമ്പിൽ ആൾക്കാർ മുട്ടുകുത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ മരങ്ങളുണ്ടാവും, അതിന് മുമ്പിൽ ആൾക്കാർ മുട്ടുകുത്തി നിൽക്കുന്നു. സോ ഇതിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അത് അവർ മരത്തെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ആരാധിക്കുകയാണ് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ഗ്രേറ്റ് ബാത്ത് ഫ്രം മോഹൻജദാരോയിലെ ഒരു നിർമ്മിതിയാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ ഗ്രേറ്റ് ബാത്ത് may have used for religious ceremonies during that period. അപ്പോൾ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കാവാം ഇത് ഉപയോഗിച്ചത് എന്നും ചരിത്രകാരന്മാർ പറയുന്നു. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻഡ് ആഫ്റ്റർ 1700 BCE. എന്താണ് ഇതിന് കാരണം? സോ ഒരു പർട്ടിക്കുലർ റീസൺസ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. സോ ഹിസ്റ്റോറിയൻ സേസ് ഡിഫറെൻറ്റ് റീസൺ ഫോർ ദ ഡിക്ലൈനിങ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ഫ്ലഡ്, the second one external invasion, and the third one deforestation, and the fourth one decline of agricultural sector, and the fifth one epidemics. ഇതിൽ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാവാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്തത്. ആൻഡ് ഇനി നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ nmms തുടക്കത്തിൽ നിങ്ങൾ കുട്ടികളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിച്ചു, ഭയങ്കര ആത്മാർത്ഥമായി വീഡിയോ തരുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണുന്നു, സ്റ്റഡി കാർഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ സ്റ്റഡി കാർഡ് കാണുന്നു. എന്നാൽ കുറേയൊക്കെ കഴിയുന്ന സമയത്ത് ചില കുട്ടികളെങ്കിലും പിന്നോക്കം പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10 റൗണ്ട് ഓടുന്ന ഒരു ദീർഘദൂര ഓട്ടത്തിൽ ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവരൊരു വളരെ ഫാസ്റ്റിൽ ഓടും. പക്ഷേ ഒരു 3-4 റൗണ്ട് ആകുന്ന സമയത്ത് അവർ മൊത്തം കളത്തിന് പുറത്തേക്ക് പോകും. എന്നാൽ ചില കുട്ടികൾ വളരെ പതുക്കെ ഒരു ആവറേജിൽ ഓടിയിട്ട് 10 റൗണ്ടും കംപ്ലീറ്റ് ആക്കുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ nmms പരിശീലനത്തിലും ഞങ്ങൾ തരുന്ന എല്ലാ വീഡിയോകളും, ഞങ്ങൾ തരുന്ന എല്ലാ സ്റ്റഡി കാർഡുകളും, കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളും എല്ലാം തന്നെ ആദ്യം മുതൽ അവസാനം വരെ മടിയില്ലാതെ കുട്ടികൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് nmms വളരെ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ ആണല്ലോ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, പഠിക്കുന്നുണ്ട് എന്ന് അറിയാം, എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു റിവർ വാലി സിവിലൈസേഷൻ, അനദർ റിവർ വാലി സിവിലൈസേഷൻ, ദാറ്റ് ഈസ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. സോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലോറിഷ്ഡ് അറൗണ്ട് ദ റിവർ നൈൽ നദിക്ക് ചുറ്റുമുണ്ടായിട്ടുള്ള സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ, ആൻഡ് ഓൾസോ they mastered in the field of weaving and production of glassware. They developed an art of writing. This art of writing was called hieroglyphics. The meaning of hieroglyphics, that is sacred writing. അപ്പോൾ നിങ്ങളൊരു പരീക്ഷയിൽ ചോദ്യമാണ് ഹൈറോഗ്ലിഫിക്സ് എന്നതിൻ്റെ മീനിങ് എന്താണെന്ന്. സോ മീനിങ് എന്താണ്? സാക്രഡ് റൈറ്റിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്. They also advanced in the field of science too, because they invented a calendar
ഇറ്റ് വാസ് എ സോളാർ കലണ്ടർ. സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കലണ്ടറാണ് അവരുടെ സോളാർ കലണ്ടർ എന്ന് പറയുന്നത്. ദിസ് കലണ്ടർ ഹാഡ് 365 days, and these 365 days was divided into 12 months of 30 days each. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 360 ദിവസം. സോ റിമൈനിങ് 5 days വേർ സെറ്റ് ഔട്ട് ഫോർ സെലിബ്രേഷൻസ്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 5 ദിവസം മാറ്റി വെച്ചിട്ടുള്ളത്. സോ ദെയർ അഡ്വാൻസ്മെൻറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ടു. ഗണിതശാസ്ത്രത്തിലും അവർ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ചെയ്തു. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കുലർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലത്ത് ട്രയാങ്കിൾ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ എല്ലാം തന്നെ ഏരിയ കണ്ടുപിടിച്ചിരുന്നു അവർ. ഭയങ്കര അത്ഭുതമാണല്ലേ അവരുടെ സിവിലൈസേഷൻ. അതേപോലെ ദേ ഡിറ്റർമൈൻഡ് ടൈം. ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ദേ ഇൻവെൻറ്റഡ് സൺ ഡയൽ ആൻഡ് വാട്ടർ ക്ലോക്ക്. അപ്പോൾ ഇൻ സൺ ഡയൽ they determine time by casting the shadow of sun, and in water clock they determined time by analyzing the current of water. അത്ഭുതമാണല്ലേ, ആ കാലത്ത് ക്ലോക്കൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അഡ്വാൻസ്മെൻറ്റ്, their advancement can also be seen in Sphinx. Sphinx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഫേസ്. ഈ പിക്ചറിൽ കാണുന്നതാണ് സ്ഫിങ്സ് എന്ന് പറയുന്ന ഈ അവരുടെ സ്കൾപ്ചറൽ അഡ്വാൻസ്മെൻറ്റ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നിർമ്മിതിയാണ് ഈ സ്ഫിങ്സ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മൾ നേരത്തെ അവരുടെ എഴുത്തുവിദ്യ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? സീക്രട്ട് റൈറ്റിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് അവർ എഴുതിയിരുന്നത്? ദേ wrote on the leaves of papyrus tree. പാപ്പറസ് ട്രീയുടെ ഇലകളിലാണ് അവർ എഴുതിയിരുന്നത്. ആൻഡ് ദിസ് ഹൈറോഗ്ലിഫിക്സ് വാസ് ഡെസിഫൈഡ് ബൈ ഷാംപോലിയൻ എന്ന വ്യക്തിയാണ് ഈ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അത് വീണ്ടും ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ഞാൻ തരുന്നു. ദ കിങ്സ് ഇൻ ഈജിപ്റ്റ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് വാസ് കോൾഡ് ഫറവോസ്. Tutankhamun was a famous king, and the body of king was preserved. This process was called mummification, and the body thus preserved called mummy. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്ന അവരുടെ രാജാക്കന്മാരുടെ ശരീരങ്ങളെയാണ് നമ്മൾ മമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മമ്മീസ് പ്രിസർവ് ചെയ്തിരുന്ന മോണിമെൻറ്റ്സ് ആണ് ദ മോണിമെൻറ്റ്സ്. ഇൻ ദാറ്റ് മോണിമെൻറ്റ്സ് ദീസ് മമ്മീസ് വെയർ പ്രിസർവ്ഡ് കോൾഡ് പിരമിഡ് എന്ന് പറയുന്നത് ഇതേപോലെ ഏതെങ്കിലും രാജാക്കന്മാരുടെ മമ്മി പ്രിസേർവ് ചെയ്തിരുന്ന മോണിമെൻ്റ് ആണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഈജിപ്ഷ്യൻ civilization. Now we are moving to Mesopotamian civilization. Mesopotamian civilization is a civilization that flourished in the region where modern Iraq is situated. അപ്പോൾ ഇന്നത്തെ ഇറാഖ് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രദേശത്തുണ്ടായിരുന്ന സിവിലൈസേഷനാണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇറ്റ് വാസ് എ സിവിലൈസേഷൻ ബിറ്റ്വീൻ ദ റിവേഴ്സ് ഓഫ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ബോത്ത് ദിസ് റിവേഴ്സ്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, ഒറിജിനേറ്റഡ് ഫ്രം അർമേനിയൻ മൗണ്ടൻസ് ആൻഡ് മെർജ് വിത്ത് പേർഷ്യൻ സീ. ആൻഡ് ഈ മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം തന്നെ ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 4 civilization flourished and declined in Mesopotamia. The first one Sumerian civilization, second one Babylonian civilization, and Assyrian civilization and Chaldean civilization. These 4 civilization together called Mesopotamian civilization. And Uruk, Ur and Lagash were the cities in Mesopotamian civilization. They also developed an art of writing, and their script was called cuneiform. It was a wedge shaped script. ഇവിടെ നിങ്ങൾക്ക് കാണാം വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. This script was written on the smooth surface of wet clay tablets. പിന്നീട് ഇത് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദേ ഓൾസോ ഇൻവെൻറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മൂൺ. ഇപ്പോൾ നേരത്തെ നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് സണ്ണാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പറഞ്ഞിരുന്നത്. ആൻഡ് ഹിയർ ദേ ഇൻവെൻറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ്
moon, and they divided a year into 12 months and a month into 4 weeks and a day into 24 hours. ഒരു ഡേ അവർ കറക്റ്റ് 24 hours ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അത്ഭുതമല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ആൻഡ് ഓൾസോ they mastered in the field of mathematics too. They could calculate division, multiplication and square root. And their architectural skill can be seen in Ziggurat. അപ്പോൾ എന്താണ് സിഗുറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിഗുറാത്ത് വേർ ദ ടെമ്പിൾ കോംപ്ലക്സസ് ഇൻ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. സോ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാവും വരിക? സോ ദ സിഗുറാത്ത് വിച്ച് കണക്റ്റഡ് വിത്ത് വിച്ച് സിവിലൈസേഷൻ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്തൊക്കെ ഉണ്ടാവും? ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. സോ ദ സിഗുറാത്ത് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ദാറ്റ് ഷുഡ് ബി യുവർ ആൻസർ. Okay, now we are moving to the last civilization, last Bronze Age civilization or River Valley civilization, that is Chinese civilization. Chinese civilization was flourished in the valley of river Huanghe. The backbone of this civilization, that was agriculture, and they were also masters in weaving, making pottery and silk production. So they also developed an art of writing, but their art of writing was not alphabetic, but it was pictographic. ചിത്ര ലിപി ആയിരുന്നു അവരുടേത്. And they also invented a calendar, and this calendar consisted 365.5 days. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരുന്നു. 3 കലണ്ടർ നിങ്ങൾ കണ്ടല്ലേ? അപ്പോൾ ദ മൂവ്മെൻറ്റ്, എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മൂൺ ഏത് സിവിലൈസേഷനിലാണ് ഉണ്ടായിരുന്നത്? കണക്റ്റഡ് വിത്ത് ഓർ റിലേറ്റഡ് വിത്ത് വിച്ച് സിവിലൈസേഷൻ? ആൻഡ് കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് സൺ ഏത് സിവിലൈസേഷനിലാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുക. ആൻഡ് കലണ്ടർ ദാറ്റ് കൺസിസ്റ്റഡ് 365.5 days. ഈ കലണ്ടറുകൾ അപ്പോൾ ഏതെല്ലാം സിവിലൈസേഷൻ്റെ ഭാഗമാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചേരുന്ന എല്ലാ വീഡിയോകളും, എല്ലാ സ്റ്റഡി കാർഡുകളും, എല്ലാ പരീക്ഷകളും, അതുപോലെ തന്നെ സംശയങ്ങൾ നിങ്ങളെ മെൻറ്റേഴ്സിനോട് നിങ്ങൾ അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും nmms നമ്മൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും വളരെ കൂളായിട്ടിരിക്കുക. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, കുട്ടികൾക്ക് മൊബൈൽ ഫോണും അതേപോലെ തന്നെ ടാബ്ലറ്റൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് ഉണ്ടാകുന്ന തരത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഗാഡ്ജറ്റ് ഉപയോഗിക്കാതിരിക്കുക. വളരെ സിമ്പിൾ ആൻഡ് കൂളായിട്ട്, സ്ട്രെസ്സായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിക്കാനിരിക്കരുത്. വളരെ കൂളായിട്ടുള്ള സമയത്ത് നിങ്ങളിത് കേൾക്കുക, വീഡിയോ കേൾക്കുക, സ്റ്റഡി കാർഡ് വായിക്കുക, വീട്ടുകാരോട് കുറച്ച് സമയം സംസാരിച്ച് വളരെ മാനസികമായിട്ട് എല്ലാ പിരിമുറുക്കങ്ങളും മാറ്റുക. ഇങ്ങനെ നിങ്ങൾ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് ഇരുന്ന് പഠിക്കുന്നതിന് പകരം നമ്മളുടെ മൈൻഡ് കൂളായിട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുക. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കയറും. ഒരിക്കലും സ്ട്രെസ്ഡ് ആകരുത്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മെൻറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ മറ്റു ടോപ്പിക്കുകളുമായിട്ട് 8ാം ക്ലാസ്സിലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിട്ട് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.